നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇങ്ങനൊരു സംഭവം നടന്നിട്ട് നീ എങ്കിലും ഇന്നലെ വിളിച്ച് പറയണ്ടായിരുന്നോ? വിളിച്ച് ഞാൻ അത്ര കാര്യമാക്കിയില്ല. കുറച്ചു മുമ്പ് ജയനുള്ളാൻഡി വന്നിട്ട് വിഷമത്തോടെ സംസാരിച്ചിട്ട് പോയപ്പോഴാ സംഗതി ചിലപ്പോൾ സീരിയസ് ആണെന്ന് മനസ്സിലായത്. ദേവൻ ഇത് എന്തു പറ്റി? ദേവൻ ഒരിക്കലും ഇങ്ങനെ പെരുമാറുന്ന ഒരാളല്ലല്ലോ. അതാ വല്യമ്മ ഞങ്ങളുടെ സംശയം. വിളിച്ച എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭാവനയും സൂര്യ അങ്കിൾ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതങ്ങനെ നിസ്സാരമായി കാണേണ്ട ഒന്നല്ല സേതു. എന്താണെന്ന് നമുക്കറിയണമല്ലോ. മോളെ, എന്താ മോളെ? ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നതിന്റെ ഇടയ്ക്ക് എന്താ ഉണ്ടായത്? വല്യമ്മേ, ആ അജയനാണ് അവിടുന്ന് തന്ത്രപൂർവ്വം ഒഴിവാക്കിയതെന്ന് സൂര്യ അറിഞ്ഞു. എന്ന് അവനോട് ആര് പറഞ്ഞു? അതാ വല്യമ്മേ സത്യം. പല്ലവിയാ സൂര്യോട് ഇത് പറഞ്ഞത്. അയാളുടെ ഉദ്ദേശം എന്നെ അവിടെ ഒറ്റപ്പെടുത്തുക എന്ന് മാത്രമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവമായിട്ടാ മോളെ ദേവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചത്. നിന്നെ ഇവിടെ വിട്ടിട്ട് വന്നതില് ഞാൻ എത്രമാത്രം വിഷമിച്ചു എന്നറിയാവോ? എന്തായാലും നീ ഇങ്ങ് വന്നത് നന്നായി. സൂര്യയുടെ റൂമിലുണ്ട് വല്യച്ഛ. അങ്കിൾ അങ്ങനെ പെരുമാറിയതിന്റെ വിഷമത്തിലാ സൂര്യ. അല്പം മുമ്പ് ജയ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഏട്ടാ. സേതു പറഞ്ഞു. ജയ വല്ലാതെ പേടിച്ചിരിക്കുക. അത്രമാത്രം പ്രശ്നം ഇന്നലെ അവിടെ ഉണ്ടായെന്ന്.